ഹലോ മക്കള്, വെൽക്കം ടു ഫ്യൂച്ചർ പവർഡ് ബൈ ഗോകുലം മകളെ. മൂസി സെറീസ് ഹിയർ. സോ മകളെ, +1 സെറ്റ്സ് എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് സർ ഇന്ന് വന്നിട്ടുള്ളത്. കുറെ കുട്ടികൾക്ക് പല കൺഫ്യൂഷൻസും ഉള്ള ഒരു ഏരിയ ആണ് ഞാൻ പറയാൻ പോകുന്നത്. സോ വളരെ സിമ്പിൾ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഞാൻ കിടിലനായിട്ട് ഈ ടോപ്പിക് ഒന്ന് പറഞ്ഞുതരാം. നോക്കിക്കോ, ഇതാണ് ആ ടോപ്പിക്. ഇന്റർവെൽ ആസ് സബ്സെറ്റ്സ് ഓഫ് റിയൽ നമ്പേഴ്സ് ആർ. അപ്പൊ റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ഇന്റർവെൽ ആക്കിയിട്ട് എഴുതുന്നത് കുറെ കുട്ടികൾ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അത് എത്ര പഠിച്ചാലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറിപ്പോകും. സാറേ അതെന്തോ ഒരു ട്രിക്ക് പറഞ്ഞു തരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരും. കിടിലിനടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ശ്രദ്ധിച്ചോ, ഇതാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചോ, ഇന്റർവെൽ ആസ് സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റുകളെ അത് എന്ത് ചെയ്യണം, ഇന്റർവെൽ ആക്കിയിട്ട് എഴുതണം. ഇതിപ്പോ സെറ്റ് ബിൽഡർ ഫോമിലാണല്ലോ ഉള്ളത്. ഈ സെറ്റ് ബിൽഡർ ഫോമിനെ എന്ത് ചെയ്യാൻ പറയും, ഈ ഇന്റർവെൽ ആക്കിയിട്ട് എഴുതാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ നേരെ തിരിച്ചു വരും, ഇന്റർവെൽ തന്നിട്ട് എന്ത് ചെയ്യും, സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റാനും പറയും. സോ നോക്കിക്കോ, എന്താണ് ഇപ്പൊ ഇതിന്റെ അർത്ഥം, കൃത്യമായി ശ്രദ്ധിക്കുക. എന്താ അർത്ഥം? എക്സ് എന്നുള്ളത് എന്താണ്, ഒരു റിയൽ നമ്പർ ആണ്. എക്സ് ബിലോങ്സ് ടു ആർ. എക്സ് ഒരു റിയൽ നമ്പേഴ്സ് ആണ് അല്ലെ, റിയൽ നമ്പേഴ്സ് ആണ്. അവിടെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ റിയൽ നമ്പറിൽ ഇതാണ് നമ്മുടെ റിയൽ നമ്പർ. ഈ റിയൽ നമ്പറിൽ എക്സ് എന്ന് പറഞ്ഞാൽ 0 to 8 വരെയുള്ള നമ്പേഴ്സ് ആണ്. 0 മുതൽ 8 വരെ, 0യുടെയും 8ന്റെയും ഇടയിലുള്ള എല്ലാ നമ്പേഴ്സും, പോയിന്റ് ഡെസിമൽ വാല്യൂസും പോയിന്റ് വാല്യൂ എല്ലാ നമ്പേഴ്സും ഉണ്ട്. അപ്പൊ നമുക്കത് റോസ്റ്റർ ഫോമിൽ ഇങ്ങനെ എല്ലാ നമ്പേഴ്സും എടുത്ത് എഴുതാൻ പറ്റില്ല, കാരണം ഇൻഫിനിറ്റ്ലി മെനി നമ്പേഴ്സ് ഉണ്ടാവും. സോ അത് നമ്മൾ ഇന്റർവെൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എക്സ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചിട്ട് മക്കളെ, എക്സ് ബിലോങ്സ് ടു എന്താണ് അറിയോ, 0 to 8. നിങ്ങൾ ഇങ്ങനെ എഴുതാ, 0 മുതൽ 8 വരെയാണ് എഴുതാം. ഇനി ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണോ ഓപ്പൺ ബ്രാക്കറ്റ് ആണോ ഇടേണ്ടി എന്നുള്ളതാണ് കൺഫ്യൂഷൻ. സോ സിമ്പിൾ ആണ്. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോ ഈ എക്സിന്റെ വാല്യൂസ് 0യും 8ഉം കൊടുക്കാൻ പറ്റുമോ നോക്കുക. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഈക്വൽ ടു ഉണ്ടെങ്കിൽ എക്സിൽ ആരുണ്ട്, 0 ഉണ്ട്. എക്സ് എന്ന റൂമിൽ ആരുണ്ട്, 0 ഉണ്ട്. എക്സുകളുടെ റൂം എടുത്താൽ അതിൽ 0 ഉണ്ട്. ഇവിടെയും ഇതാ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ ഈക്വൽ ടു. അപ്പൊ എന്തുണ്ട്, ഈ 8 ഇതിലുണ്ട്. ഈക്വൽ ടു ആണെങ്കിൽ 8 ഇതിൽ ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു, ആ റൂമിലേക്ക് അവരെ കയറ്റി വാതിൽ ക്ലോസ് ചെയ്തു. അപ്പൊ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ് വരിക. സിമ്പിൾ ആയിട്ട് ഇത്ര മനസ്സിലാക്കിയാൽ മതി. അതിലുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യുക, വാതിൽ അടിച്ച് ക്ലോസ് ചെയ്തു. നോക്ക്, അപ്പൊ ഈ 0 എന്ന് പറഞ്ഞാൽ എക്സിൽ ഉണ്ട്. അപ്പൊ ഇവിടെ ക്ലോസ് ചെയ്തു. കാരണം ഇവിടെ എന്താണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ അവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ്. ആൻഡ് ഇവിടെയും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പൊ ഇവിടെ എന്താണ്, ക്ലോസ്ഡ് ബ്രാക്കറ്റ്. 8ഉം ക്ലോസ് ചെയ്തു, രണ്ടും ക്ലോസ് ചെയ്തു, ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ്. സെറ്റ് ആണല്ലോ, റെഡി ആണല്ലോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇന്റർവെൽ ആക്കി എഴുതാൻ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവെൽ 0 to ക്ലോസ്ഡ് ഇന്റർവെൽ 8. അതായത് ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ് രണ്ട് ഭാഗത്തും വരിക. റെഡി? അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നോക്ക്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ശ്രദ്ധിച്ചോ, എക്സ് സച്ച് ദാറ്റ്, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ. എക്സ് റിയൽ നമ്പർ ആണ്. അവിടെ -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 7. -2 മുതൽ 7 വരെയുള്ള എല്ലാ നമ്പേഴ്സും ആണ് എക്സ്. റെഡി? അപ്പൊ ദാ എക്സ് ബിലോങ്സ് ടു, എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ബിലോങ്സ് ടു -2 to 7. -2 മുതൽ 7 വരെയുള്ള അതിന്റെ ഇടയിൽ എല്ലാ നമ്പേഴ്സും. -2ഉം 7ഉം ഈ റൂമിൽ ഉണ്ടോ, എക്സിൽ ഉണ്ടോ? ഇല്ല. ഇവിടെ നോക്ക്, ഇവിടെ എന്തില്ല, ലെസ് ദാൻ മാത്രമേ ഉള്ളൂ. ഈ ലെസ് ദാൻ -2ന്റെ തൊട്ട് മേലേക്കുള്ള എല്ലാ നമ്പേഴ്സ് -2.0001, അതായത് അങ്ങനെ ഇൻഫിനിറ്റ്ലി മെനി നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ -2 കൂട്ടാതെ -2ന്റെ മേലേക്കുള്ള എല്ലാ നമ്പേഴ്സും എക്സിൽ ഉണ്ട്. ആൻഡ് 7 കൂട്ടാതെ 7ന്റെ താഴേക്കുള്ള 6.99 സംതിങ്, അതായത് 7ന്റെ താഴേക്കുള്ള എല്ലാ നമ്പറും ഉണ്ട്. അപ്പൊ ഈ റൂമിൽ ആരില്ല, -2ഉം 7ഉം ഈ എക്സിന്റെ റൂമിൽ ഇല്ല. ഇവിടെ നോക്ക്, ഇവിടെ ലെസ് ദാൻ ആണ്, ഇവിടെ ലെസ് ദാൻ ആണ്, അവിടെ ഈക്വൽ ടു ഇല്ല. അപ്പൊ എന്ത് ചെയ്യണോ, ഈ -2ന്റെ ഇവിടെ ഓപ്പൺ ആണ്, ഇവിടെയും ഓപ്പൺ ആണ്. അപ്പൊ രണ്ട് ഭാഗത്തും ഓപ്പൺ ഇന്റർവെൽ ആണ്. കാരണം എന്താ, -2 ഇവിടെ ഓപ്പൺ ചെയ്തിട്ടു, ഇവിടെ ഓപ്പൺ ചെയ്തിട്ടു, വാതിൽ തുറന്നിട്ട് ഓപ്പൺ ചെയ്തിട്ടു. ആ റൂമിൽ ആരില്ല, -2 ഇല്ല, വാതിൽ ഓപ്പൺ ചെയ്ത് -2ന് പുറത്താ. 7 അവിടെ വാതിൽ ഓപ്പൺ ചെയ്തു. അപ്പൊ ഓപ്പൺ ഇന്റർവെൽ, ഓപ്പൺ ബ്രാക്കറ്റ് ആണ് അവിടെ വരിക. റെഡി ആണല്ലോ? അപ്പൊ ഈക്വൽ ടു ഉണ്ടെങ്കിൽ ക്ലോസ്ഡ്, ഈക്വൽ ടു ഇല്ലെങ്കിൽ ഓപ്പൺ. വെരി സിമ്പിൾ കോൺസെപ്റ്റ്. ഇനി ഇതിൽ നിന്ന് കൺഫ്യൂഷൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിട്ടോ. അടുത്ത രണ്ട് ക്വസ്റ്റ്യൻ കൂടി ചെയ്തു തരും. അതോടുകൂടി ഈ കൺഫ്യൂഷൻ തീർന്നു, പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചു. ശ്രദ്ധിച്ചു. അടുത്ത് എക്സ് സച്ച് ദാറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. എക്സ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, എക്സ് എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ ആണ്. എക്സ് ബിലോങ്സ് ടു ആർ. എക്സ് ഒരു റിയൽ നമ്പർ ആണ്. അവിടെ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 6. എന്താ അതിന്റെ അർത്ഥം? 3 മുതൽ 6 വരെയാണ് എന്ത്, എക്സ്. 3 to 6 വരെയുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ആണ് എന്ത്, ഈ എക്സ്. അപ്പൊ നോക്കിക്കോ, എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ഏത് മുതൽ ഏത് വരെ, 3 to 6, 3 മുതൽ 6 വരെയാണ്.
അപ്പൊ ഇതിൽ 3-നെയോ 6-നെയോ ഉള്ളിലേക്ക് എക്സിന്റെ റൂമിലേക്ക് കയറ്റി എന്ത് ചെയ്തിട്ടുണ്ടോ വാതിൽ അടിച്ചിട്ട് നോക്കുക. ഇവിടെ നോക്ക് ഇതാ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ഈക്വൽ ടു എക്സാ എന്ന് പറഞ്ഞാൽ ഈ എക്സ് എന്ന റൂമിൽ ആരുണ്ട്? 3 ഉണ്ട്. അപ്പൊ 3-നെ ഉള്ളിലേക്ക് കയറ്റി അവിടെ വാതിൽ അടിച്ചു ക്ലോസ് ചെയ്തു. അപ്പൊ ഈ 3-നെ ക്ലോസ് ചെയ്താൽ ഇവിടെ ക്ലോസ്ഡ് ഇന്റർവെൽ ആണ്, ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ് അവിടെ വരിക. സെറ്റ് ആണല്ലോടാ. ആൻഡ് 6 ഇവിടെ ഓപ്പൺ. അതായത് നോക്ക് ഇവിടെ ലെസ് ദാൻ മാത്രമേ ഉള്ളൂ. 6 ഇതിൽ കൂട്ടോ ഇല്ല. 6-നെ റൂമിൽ കയറ്റില്ല, അവിടെ ഈക്വൽ ടു ഇല്ല, അവന് പുറത്താണ്. അപ്പൊ അവിടെ ഓപ്പൺ ആണ്. അപ്പൊ ഇവിടെ ഓപ്പൺ, 6-ന്റെ അവിടെ ഓപ്പൺ. സോ ക്ലോസ്ഡ് ഇന്റർവെൽ 3 ടു ഓപ്പൺ ഇന്റർവെൽ. ഓപ്പൺ ബ്രാക്കറ്റ് എന്താണ്? 6 ആണ്. റെഡി ആണല്ലോ. അപ്പൊ 3. അപ്പൊ നോക്ക് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടായത് കൊണ്ട് ഇവിടെ ക്ലോസ് ചെയ്തു. ഇവിടെ ലെസ് ദാൻ ആണ്. അപ്പൊ ഇവിടെ ഓപ്പൺ ചെയ്ത് 6-നെ പുറത്താ. 6 പുറത്താ. അപ്പൊ ആരില്ല? 6 ഇതിലില്ല. അപ്പൊ അതാണ് ക്ലോസ്ഡ് ഇന്റർവെല്ലും ഓപ്പൺ ഇന്റർവെല്ലും. ഇതിൽ നിന്ന് ഇനി നിങ്ങൾ തെറ്റിക്ക മാട്ടെ. റെഡി ആണല്ലോ. വളരെ സിമ്പിൾ ആണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റെഡി. നെക്സ്റ്റ് ഇതും കൂടി ഒന്ന് നോക്കാം. എക്സ് സച്ച് ദാറ്റ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ എക്സ് ഒരു റിയൽ നമ്പർ ആണ് വേർ -4 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. എന്താ അതിന്റെ അർത്ഥം? എക്സ് ബിലോങ്സ് ടു ആർ. അപ്പൊ എക്സ് ബിലോങ്സ് ടു എക്സ് എന്തുണ്ട്? എക്സ് ഏത് മുതൽ ഏത് വരെ? -4 മുതൽ 6 വരെയുള്ള നമ്പേഴ്സ് ആണ്. അതിൽ ആരൊക്കെ ഉണ്ട്? -4 അതിലുണ്ടോ? എക്സ് എന്നുള്ള റൂമിൽ -4 ഉണ്ടോ? ഇല്ല. അപ്പൊ -4 അവിടെ എന്ത് ചെയ്തിക്കാണ്? ഓപ്പൺ ചെയ്തിട്ട് -4 ഓപ്പൺ ചെയ്തിട്ട് 2 -4 മുതൽ 2 ഏത് വരെ? 6 വരെ ഉണ്ട്. അപ്പൊ 6-നെ ഓപ്പൺ ചെയ്തിട്ടാണോ? 6-നെ റൂമിലേക്ക് വാതിൽ അടിച്ചിട്ടുണ്ടോ? ക്ലോസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. കാരണം എന്താ? അവിടെ എന്താണ്? യെസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആണ്. അപ്പൊ ഈക്വൽ ടു 6 ആണെങ്കിൽ അവിടെ എന്താണ്? യെസ് ഇവിടെ ക്ലോസ് ചെയ്തു. ക്ലോസ്ഡ് ബ്രാക്കറ്റ് ക്ലോസ്ഡ് ഇന്റർവെൽ 6 ആണ്. ക്ലിയർ ആണല്ലോടാ. പക്കാ പെർഫെക്റ്റ് ആണല്ലോ. യെസ്. സോ സിമ്പിൾ ആയിട്ട് ഈ ടോപ്പിക് നമ്മൾ പഠിച്ചു. സോ മക്കളെ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതാ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ആൻസർ എന്താണ് എന്നുള്ളത് എന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും നിങ്ങളത് കമന്റ് ചെയ്യണം. സോ ഇതുപോലെ നമുക്ക് ബാച്ച് ഉണ്ട്. ബാച്ചിൽ ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്ത് എല്ലാ ചാപ്റ്റേഴ്സും ഫുൾ കോൺസെപ്റ്റ് അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ക്ലിയർ ആക്കി ഫുൾ കോൺസെപ്റ്റ് പഠിപ്പിക്കുന്നുണ്ട്. സോ മക്കളെ മാക്സിമം കുട്ടികളെ അറിയിക്കുക, എല്ലാവരും ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് കിടിലനായിട്ട് പഠിക്കാം. സോ അതുപോലെ തന്നെ ഇതുപോലത്തെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്യുക, ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ അതിന് കമന്റ് ചെയ്യുക, ആൻഡ് മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അറിയിച്ചു കൊടുക്കുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇനിയും ഇതുപോലത്തെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കംപ്ലീറ്റ് വീഡിയോയുമായിട്ട് ഇനിയും സേർ വരുന്നതായിരിക്കും. ബൈ, സീ യു, ബൈ.